നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കഴിഞ്ഞ 2 മത്സരങ്ങൾ നെയ്മറില്ലാതെ ഇറങ്ങി വിജയിക്കാൻ കഴിയാതെ പോയ സാന്റോസ് ഇതാ വീണ്ടും വിജയ വഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന് സാന്റോസ് അത്ലറ്റിക്കോ മിനായിറോയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. സാന്റോസിൻ്റെ വിജയ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് മോയിസസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന താരമാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത്. വിലാ ബെൽമിറോയിൽ നടന്ന മത്സരത്തിൽ ഗബ്രിയലിനെ മുന്നിൽ നിർത്തി, ഒപ്പം റോണി, നെയ്മർ, പൊൻഡെമ്പോ എന്നിവരെയൊക്കെ അറ്റാക്കിങ്ങിൽ നിയോഗിച്ചുകൊണ്ടാണ് സാന്റോസിൻ്റെ കോച്ച് കുക്ക ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. മറുഭാഗത്ത് ഹൾക്ക്, റെയ്നീർ, കൊയലോ തുടങ്ങിയ മികച്ച താരങ്ങളെ വെച്ചുകൊണ്ടാണ് അത്ലറ്റിക്കോ മിനൈറോ കളിക്കാനിറങ്ങിയത്. വമ്പൻ ടീമിനെതിരെയാണ് കളി. പക്ഷേ മികച്ച പ്രകടനം നടത്താൻ നെയ്മർ ജൂനിയർക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം മനോഹരമായിട്ടുള്ള നീക്കങ്ങൾ, അവസരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും സഹതാരങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്ന കാഴ്ചയും കണ്ടു. എന്നാലും സാന്റോസ് നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു, നിരവധി ഷോട്ടുകൾ ഉതിർത്തു. ആദ്യ പകുതി ഗോൾ രഹിതമായിട്ട് അവസാനിച്ചെങ്കിലും രണ്ടാം പകുതിയുടെ 63-ാമത്തെ മിനിറ്റിൽ മോയിസസ് പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ ആ ഒരു ഗോൾ ഡ്രൗട്ട് അവിടെ അവസാനിക്കുകയായിരുന്നു. ഗബ്രിയലിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് മോയിസസിൻ്റെ ഗോൾ പിറക്കുന്നത്. അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നിട്ട് വളരെ കുറഞ്ഞ സമയമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ആ ഗോളിന് ഒടുവിൽ സാന്റോസ് വിജയിച്ച് കയറി. വിജയത്തോടുകൂടി സാന്റോസ് 11 കളികളിൽ നിന്ന് 13 പോയിന്റുമായിട്ട് 14-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.